വേദങ്ങൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ അതിമഹത്തായ തത്വചിന്തയുടെ ആധികാരിക ഗ്രന്ഥങ്ങളാണ്. ഇവയെ ഹിന്ദുമതത്തിൻ്റെ പ്രാഥമിക ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദങ്ങളെക്കുറിച്ചാണ്. വിദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വേദം എന്ന പദത്തിൻ്റെ ഉത്ഭവം. വിദ് എന്നാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. വേദങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ശ്രുതി എന്ന പേരിലാണ്. അതുപോലെ വേദാംഗങ്ങൾ സ്മൃതി എന്ന പേരിലും അറിയപ്പെടുന്നു. ഭാരതീയ ദാർശനിക പ്രസ്ഥാനങ്ങളുടെ ആദ്യമൂലം വേദങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വേദകാലഘട്ടം 2000 BC മുതൽ 500 BC വരെ വ്യാപിച്ചു കിടക്കുന്നു. വേദങ്ങളാണ് അറിവിൻ്റെ സ്രോതസ്സ്. വേദവ്യാസൻ എന്നറിയപ്പെടുന്ന കൃഷ്ണദ്വൈപായനൻ പ്രാചീന വിശുദ്ധ വിജ്ഞാന സ്രോതസ്സിനെ 4 ഭാഗങ്ങളായി വിഭജിച്ച് അവയ്ക്ക് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ നാമകരണം ചെയ്തു. അപ്പോൾ 4 വേദങ്ങളാണ് ഉള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഋഗ്വേദം. ആദിവേദം എന്നാണ് ഋഗ്വേദം അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥമാണിത്. ഋഗ്വേദത്തിലാകെ ദേവന്മാരുടെയും ദേവിമാരുടെയും സ്തുതികളും അവരോടുള്ള പ്രാർത്ഥനകളും ഉൾപ്പെട്ടിരിക്കുന്നു. ഋഗ്വേദത്തിലെ ദേവസ്തുതികളുടെ എണ്ണം എന്ന് പറയുന്നത് 1028 ആണ്. ഋഗ്വേദത്തിലെ മണ്ഡലങ്ങളുടെ എണ്ണം 10. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും എന്നാൽ ഇന്ന് ഇല്ലാത്തതുമായ നദി എന്ന് പറയുന്നത് സരസ്വതി നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദം ഓം എന്ന പദമാണ്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലം പുരുഷ സൂക്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഋഗ്വേദ മണ്ഡലം 6ാം മണ്ഡലമാണ്. ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുന്ന പുരോഹിതനെ വിളിച്ചിരുന്നത് ഹോത്രി പുരോഹിതൻ എന്നാണ്. ആര്യന്മാരുടെയും ദാസന്മാരുടെയും തമ്മിൽ നടന്നിരുന്ന യുദ്ധത്തെ പരാമർശിക്കുന്ന വേദവും ഇതുതന്നെയാണ്. ദാതികാര എന്ന വിശുദ്ധ കുതിരയെ പരാമർശിക്കുന്ന വേദവും ഋഗ്വേദമാണ്. അടുത്തത് യജുർവേദം. യജുർവേദത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 40 ആണ്. 40 അധ്യായങ്ങളാണ് യജുർവേദത്തിലുള്ളത്. യജുർവേദത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഗദ്യരൂപത്തിലാണ്. കൂട്ടത്തിൽ ഏതാനും പദ്യങ്ങളും കാണാം. യജുർവേദത്തിലെ ഈ